നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ലെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് ഭാര്യ ഷീബ. തിരുവനന്തപുരത്ത് IFFKയുടെ ഭാഗമായി സംഘടിപ്പിച്ച അവളോടൊപ്പം ഐക്യദാർഢ്യ സദസ്സിലായിരുന്നു പ്രതികരണം. പ്രതിയോടൊപ്പം 7 വർഷം ബാലചന്ദ്രകുമാർ ഉണ്ടായിരുന്നതിനാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. ആദ്യം തുറന്നു പറയുന്നതിൽ നിന്ന് ഭർത്താവിനെ പിന്തിരിപ്പിച്ചത് താനായിരുന്നുവെന്നും ഷീബ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ബാലു ട്രയൽ കഴിഞ്ഞ് മൂന്നാമത്തെ ട്രയൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് പുള്ളിക്ക് അറിയായിരുന്നു ഈ കോടതിയിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്നുള്ളത്. പ്രതി എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം 7 വർഷം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയായിരുന്നു. ഈ കേസിൻ്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം പോയി. ഇപ്പോൾ വിചാരിക്കണു വിധിയുടെ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നത് നല്ലതായി എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത്. എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന്. താമസിച്ചതിന് കാരണം ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ്. ഇപ്പം തോന്നണു അതൊന്നും പാടില്ലായിരുന്നു എന്ന് ഇപ്പം തോന്നണു. ഇന്നലെ ആയിരുന്നു അദ്ദേഹം പോയിട്ട് 1 വർഷം. നേരത്തെ വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ പല വർഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു. അത്രേ പറയുള്ളൂ. മേഘന മുരളിയാണ് വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നത്. മേഘന, ബാലചന്ദ്രകുമാറിന്റെ മൊഴി പോലും സംശയിക്കുകയായിരുന്നു വിധി പറയുമ്പോൾ കോടതി ആ രീതിയിൽ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭാര്യയുടെ കൂടെ പ്രതികരണം വരുന്നത്. എന്തൊക്കെയാണ് ഷീബ പറയുന്നത്? ദിൽന, തീർച്ചയായും അതിവൈകാരികമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബയുടെ പ്രതികരണം. അത് ആദ്യ പ്രതികരണം, ബാലചന്ദ്രകുമാറിന്റെ മരണത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണം കൂടിയാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൽ പറയുന്നത് ഈ വിധിന്യായത്തിലെ അടക്കം കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഷീബയുടെ വാക്കുകൾ പ്രസക്തമാവുകയും ചെയ്യുന്നത്. അതിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നു. അത് നേരത്തെ തന്നെ ബാലചന്ദ്രകുമാർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഭാര്യ പങ്കുവയ്ക്കുന്ന കാര്യം. അതിൽ IFFKയിൽ നടന്ന അവളോടൊപ്പം ഐക്യദാർഢ്യ പരിപാടിയിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൽ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു. അതുപോലെ തന്നെ പ്രതിയോടൊപ്പം 7 വർഷം കൂടെ ഉണ്ടായതിനാൽ തന്നെ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്നും തങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് ബാലചന്ദ്രകുമാർ ഇത്ര വൈകി മൊഴി നൽകി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കാണാനും പോലീസിൽ പരാതി നൽകാനും എന്തുകൊണ്ട് ഇത്ര കാലതാമസം വന്നു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതിന് തടസ്സപ്പെടുത്തിയതും അല്ലെങ്കിൽ ഈ മൊഴി നൽകാൻ വൈകിയതും താൻ കാരണമാണ്. അത് താൻ കാലു പിടിച്ചു കരഞ്ഞു, ഇത്തരത്തിൽ മൊഴി നൽകരുത്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ അത് മൊഴി നൽകിയാൽ എന്ത് സംഭവിക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഷീബയുടെ പ്രതികരണത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.